ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നല്ല പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്തുകൊണ്ട് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മ നൽകിയൊരു സന്ദേശം പ്രിയപ്പെട്ടവർക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. റോമലേഖനത്തിൽ നിന്ന് ഞാനൊരു വാക്യം വായിക്കാം. 8-ാം അധ്യായം 11-ാം വാക്യം. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. പ്രിയരെ, ആത്മനിറവിൽ വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന്റെ അനിവാര്യതയാണ് ഈ തിരുവെഴുത്തിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നത്. ശ്രദ്ധിക്കൂ, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ, ആമേൻ, അഥവാ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ, കാഹളം ധ്വനിക്കുമ്പോഴും അഭിഷേകത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഹല്ലേലൂയ. കുഞ്ഞേ, അഭിഷേകം നിന്നെ രൂപാന്തരപ്പെടുത്തും. മക്കളെ, അഭിഷേകം തങ്ങളെ തേജസ് അണിയിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അഭിഷേകം കല്ലറയെ പൊട്ടിക്കുന്നതാണ്. അഭിഷേകം നുകത്തെ തകർക്കുന്നതാണ്. സഹോദര, അഭിഷേകം തങ്ങളെ ആളും മാറിയവനാക്കും. ചോദ്യം: വിശ്വസിച്ചിട്ട് രക്ഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അഭിഷേകത്തിന്റെ ശക്തി ആസ്വദിച്ചുവോ? കുഞ്ഞെ, ഇതുവരെ അതിന് ഭാഗ്യമുണ്ടായില്ലെങ്കിൽ ഇത് നല്ല അവസരമാണ്. കണ്ണീരോടെ പ്രാർത്ഥിക്ക്. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. യേശു പറയുന്നു, ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. മുമ്പൊക്കെ ആത്മനിറവിന്റെ ആവശ്യകത ബോധ്യമായ ജനങ്ങൾ അഭിഷേകത്തിനായുള്ള കാത്തിരിപ്പ് യോഗം നടത്തുമായിരുന്നു. ഇന്ന് അത് അന്യം നിന്നുപോയി. തൽസ്ഥാനം മറ്റു പല ശുശ്രൂഷകൾ കൈയടക്കി. അതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആസ്വദിക്കുവാൻ പലർക്കും കഴിയുന്നില്ല. വേദികളിൽ ആൾദൈവങ്ങളായി അരങ്ങ് തകർക്കുന്നവർ, അവർ കട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണെന്ന് തെറ്റിദ്ധരിച്ച് മുന്നോട്ടു പോവുകയാ പാവം ജനങ്ങൾ. യഥാർത്ഥത്തിൽ എന്താണ് അഭിഷേകം? ഇന്ന് പുലരിലെ നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്നത് അഭിഷേകം എന്ന വിഷയമാണ്. പഴയ നിയമത്തിൽ അതേ അഭിഷേകത്തെ ദൈവത്തിന്റെ സംസ്കാരമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ലേവ്യ പുസ്തകം 21:12 നോക്കൂ. ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം അവന്റെ മേൽ ഇരിക്കുന്നു. അഭിഷേകം ദൈവത്തിന്റെ സംസ്കാരമാണ്, സ്വർഗത്തിന്റെ സംസ്കാരമാണ്. ആമേൻ. അതുകൊണ്ടാണ് അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചവന്റെ മുന്നിൽ അന്ധകാര ശക്തികൾ അവൻ ഓടിയകലുന്നത്. പിന്നെ ദുഷ്ടശക്തികൾ അവന്റെ മുമ്പിൽ നൃത്തം ചെയ്യില്ല. നിരാശ അഭിഷേകം പ്രാപിച്ചവന്റെ മുമ്പിൽ പത്തി വിരിച്ചാടില്ല. ദുർമൂർത്തികൾ അടുത്തു വരത്തില്ല. ആഭിചാരം അവന് ഫലിക്കത്തില്ല. ലക്ഷണവിദ്യ അവൻ ഏൽക്കത്തില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. മക്കളെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നത് ദൈവം നിനക്ക് നൽകുന്ന അധികാരത്തിന്റെ മുദ്രയാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും കെടുക്കുവാനുള്ള അധികാരമാണ്. ഈ മുദ്രയുള്ളവൻ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകും. ഭൂതങ്ങൾ ഓടിയകലും. ശത്രു വരിഞ്ഞു മുറുക്കിയ കെട്ടുകൾ അഴിയും. ദുഷ്ടനുയർത്തിയ തടസ്സത്തിന്റെ കോട്ടകൾ ഇടിയും. നന്മയിലേക്കുള്ള വഴി തടഞ്ഞു നിൽക്കുന്ന ചെങ്കടൽ വഴിമാറും. യോർദാൻ തിരിഞ്ഞോടും. അന്യാരാധനാ ശക്തികൾ അടിയറവ് പറയും. മക്കളെ, നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ സാധ്യതകൾ അനന്തമാണ്, അവർണ്ണീയമാണ്, അതിശക്തമാണ്. ലേവ്യ പുസ്തകം 21:12 അഭിഷേകത്തെ ദൈവത്തിന്റെ സംസ്കാരമെന്നാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംസ്കാരം. എന്താ സംസ്കാരം? കൾച്ചർ എന്നാണോ ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ പദം ഇംഗ്ലീഷിലൊന്ന് നോക്കൂ. ഫോർ ദ ക്രൗൺ ഓഫ് ദ അനോയിന്റിംഗ് ഓയിൽ ഓഫ് ഗോഡ് അപ്പോൺ ഹിം. ശ്രദ്ധിക്കൂ, സംസ്കാരം എന്നതിനിവിടെ കിരീടം, ക്രൗൺ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മക്കളെ, നീ ചുമക്കുന്ന അഭിഷേകം ദൈവത്തിന്റെ കിരീടമാണ്. ദൈവം നിന്റെ തലയിൽ വെച്ചു തരുന്ന കിരീടമാണ്. സ്തോത്രം. കുറച്ചുകൂടി വ്യക്തമാകാൻ നമുക്ക് ഇതിന്റെ ഒറിജിൻ നോക്കണം. ഒറിജിൻ ഹീബ്രു ഭാഷയിൽ ക്രൗൺ എന്നതിന് നേസർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നേസർ അർത്ഥം റോയൽ ക്രൗൺ. ദൈവത്തിന്റെ അഭിഷേക തൈലമായ രാജ കിരീടം.
അവന്റെ മേൽ ഇരിക്കുന്നുവല്ലോ രാജകിരീടം. മക്കളെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചുമക്കുന്നവർക്ക് ലോകമൊരു വിലയും കൽപ്പിക്കില്ലെങ്കിലും കുഞ്ഞെ, കർത്താവ് നിന്റെ തലയിൽ വെച്ചിരിക്കുന്നത് റോയൽ ക്രൗണാണ്, സ്വർഗീയ രാജകിരീടമാണ്. നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വിലപിടിച്ച കിരീടം അതുണ്ടാക്കിയത് ഷാജഹാൻ ചക്രവർത്തിയാണ്. ചക്രവർത്തിക്ക് വേണ്ടിയാണ്. ലോകത്തെ ഏറ്റവും വിലയേറിയ കിരീടം സ്റ്റേറ്റ് ഇംപീരിയൽ ക്രൗൺ, അത് വിക്ടോറിയ രാജ്ഞിക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. അതായത് 3000 രത്നങ്ങൾ അതിൽ പതിച്ചിട്ടുണ്ടത്ര. ഇതില് ഒറ്റ രത്നത്തിന് മാത്രം 8.5 കോടിയാണ് വില. കേട്ടോ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അധികാരം ചുമക്കുന്ന ഒരു പെണ്ണിന്റെ മഹത്വം അത് വെളിപ്പെടുത്താൻ അവളുടെ തലയിൽ ആ രാഷ്ട്രം വെച്ചുകൊടുത്ത കിരീടത്തിന് 30,000 കോടിയാണ് വിലയിട്ടതെങ്കിൽ കുഞ്ഞെ, ദൈവത്തിന്റെ മഹത്വം, സ്വർഗത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ സ്വർഗത്തിന്റെ സ്ഥാനപതിയായി നിന്റെ തലയിൽ വെച്ചിരിക്കുന്ന കിരീടത്തിന്റെ മൂല്യം മുഴുവൻ ലോകത്തെക്കാളും വിലയേറിയതാണ്. അത് മറക്കരുത്. ഹല്ലേലൂയ. ദൈവകുഞ്ഞാടിന്റെ നിഷ്കളങ്ക രക്തം കൊണ്ട് ശുദ്ധീകരിച്ച ശേഷം നിന്നെ ധരിപ്പിക്കുന്ന റോയൽ ക്രൗൺ, രാജകിരീടം, അഭിഷേകമെന്ന കിരീടം മറ്റെന്തിനേക്കാളും മൂല്യമുള്ളതാണ്. നോക്കൂ, മണവാളനായ ക്രിസ്തുവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു. എന്താ മണവാട്ടിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം? അഭിഷേകത്തിന്റെ തേജസ്സ മണവാട്ടിയെ ശോഭയുള്ളതാക്കുന്നത്. ഇത്ര മഹത്വമേറിയ അഭിഷേകത്തിന്റെ കിരീടം മൺപൊടിയായ നമ്മെ അണിയിക്കുന്നത് എന്തിനെന്നറിയാമോ? അന്തഃപുരത്തിലെ രാജകുമാരിയായി നിന്നെ ശോഭ പരിപൂർണയായി നിർത്താൻ വേണ്ടിയാ. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം 21:12 ഒരിക്കൽ കൂടെ വായിക്കാം. അഭിഷേകം ചുമക്കുന്നവൻ വിശുദ്ധ മന്ദിരം വിട്ട് പുറത്തിറങ്ങരുത്, ദൈവത്തിന്റെ മന്ദിരം അശുദ്ധമാക്കരുത്. ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം അവന്റെ മേൽ ഇരിക്കുന്നു. ന്യായപ്രമാണം പറയുന്നു, അഭിഷേകം ചുമക്കുന്നവൻ വിശുദ്ധ മന്ദിരം വിട്ടു പുറത്തിറങ്ങരുത്. നമുക്കറിയാം, പുതിയ നിയമകാലത്ത് വീണ്ടും ജനനം പ്രാപിച്ച ഓരോ ദൈവപൈതലും വിശുദ്ധ മന്ദിരങ്ങളാണ്. കുഞ്ഞെ, പാപത്തിന്റെ ചേറ്റുകുഴിയിൽ താണുകിടന്ന് നിന്നെ പുത്രന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് അഭിഷേകമെന്ന തങ്ക കിരീടം, റോയൽ ക്രൗൺ അണിയിച്ചെങ്കിൽ ഓർക്കുക, ദൈവത്തിന്റെ അന്തസ്സിന് ചേരുന്ന പ്രവൃത്തിയെ ചെയ്യാൻ പാടുള്ളൂ. റോയൽ ക്രൗണും ധരിച്ചുകൊണ്ട് കലുങ്കയിലിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. പരിഹാസികളോടൊപ്പം കവലയ്ക്കിരുന്ന് കമന്റ് അടിക്കുന്നത് ചിന്തിച്ചു നോക്കൂ. അഭിഷേകം ചുമക്കുന്നവൻ അങ്ങനെ ചെയ്യുമ്പോൾ നിന്നെ കിരീടമണിയിച്ചു ദൈവത്തെ ലോകം ദൂഷിക്കും. മകളെ ശ്രദ്ധിച്ചാട്ടെ, രാജ്യത്വം യഹൂദ ഗോത്രത്തിനും പൗരോഹിത്യം ലേവി ഗോത്രത്തിനും അവകാശമായിരുന്നു. എന്നാൽ പുതിയ വിശ്വാസിയെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിനക്ക് 2 ഗോത്രങ്ങളുടെ അവകാശം ഒന്നിച്ചു നൽകപ്പെടുകയാണ്. രാജകീയ പുരോഹിത വർഗം, രാജാവിനുള്ള അഭിഷേകം, പുരോഹിതനുള്ള അഭിഷേകം. ഈ അഭിഷേകത്തിന്റെ മൂല്യം വ്യക്തമാക്കുന്ന ഒരു വേദഭാഗം ഞാൻ ചൂണ്ടിക്കാണിക്കാം. 45-ാം സങ്കീർത്തനത്തിന്റെ 6-7 വാക്യങ്ങൾ. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോൽ ആകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കൂ, ഇവിടെ അഭിഷേകത്തെ ആനന്ദ തൈലം അഥവാ ഓയിൽ ഓഫ് ഗ്ലാഡ്നസ് എന്ന് വിളിച്ചിരിക്കുന്നു. ദൈവമേ എന്ന സംബോധനയോടാ ഈ വാക്യം ആരംഭിക്കുന്നു. ദൈവമേ, ഒരു വ്യക്തിയെ ദൈവമേ എന്ന് വിളിക്കുന്നു. ആരെയാണോ ദൈവമേ എന്ന് വിളിക്കുന്നത് ആ വ്യക്തിയാണ് ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. അവൻ ശ്രദ്ധിക്കൂ, ഇവിടെ ആരെയാണ് ദൈവമേ എന്ന് വിളിക്കുന്നത് അതറിയാൻ എബ്രായ ലേഖനം നോക്കണം. 1-ാം അധ്യായം 8 മുതൽ 10 വരെ. പുത്രനോടോ ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോൽ ആകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവേ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. നോക്കൂ, 45-ാം സങ്കീർത്തനത്തിൽ ദൈവമേ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് പുത്രനെയാണെന്ന് എബ്രായ ലേഖനം 1:8 വ്യക്തമാക്കുകയാണ്. ഈ പുത്രനെയാണ് ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. സ്തോത്രം.
10ാം വാക്യത്തിൽ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട പുത്രൻ എത്ര ഉന്നതനാണെന്ന് വ്യക്തമാക്കുന്നു. എങ്ങനെ അറിയാം? കർത്താവേ, നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. കുഞ്ഞെ, നീ ആരാധിക്കുന്ന കർത്താവ് ആരാണെന്നറിഞ്ഞ് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. ശാസ്ത്രം പറയുന്നു, ഈ പ്രപഞ്ചത്തിൽ 70% ഇരുണ്ട ഊർജം, 25% തമോഗർത്തമാണ്. ശേഷിക്കുന്ന 5%ത്തിലാണ് ഗാലക്സികൾ നിലകൊള്ളുന്നത്. 5% സ്ഥിതി ചെയ്യുന്ന ഗാലക്സികളിൽ ലക്ഷക്കണക്കിന് സൗരയൂഥങ്ങളുണ്ടത്രേ. നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ബുധനെക്കുറിച്ച് പോലും ശരിയായ അറിവ് ശാസ്ത്രജ്ഞന്മാർക്ക് ലഭിച്ചിട്ടില്ല. അനന്തകോടി താരാസമൂഹങ്ങളിൽ കേവലം ഒന്നു മാത്രമായ ചന്ദ്രനിൽ ഒന്ന് കാലുകുത്തിയപ്പോഴേക്ക് ശാസ്ത്രം വളർന്ന് പ്രപഞ്ചത്തിന്റെ നെറുകയിലെത്തിയെന്ന നാം പറയുന്നത്. മഹാസമുദ്രത്തിന്റെ കരയിൽ നിന്നുകൊണ്ട് കൈക്കുമ്പിളിൽ സമുദ്രജലം കോരിയെടുത്തിട്ട് ഞാൻ കടലിനെ കയ്യിലൊതുക്കിയെന്ന് പറയുന്ന കുട്ടിയുടെ നിലവാരമേ ഈ വാക്കുകൾക്കുള്ളൂ. ശാസ്ത്രത്തിന്റെ പരിധി ഒന്ന് ശ്രദ്ധിക്കൂ. പ്രപഞ്ചത്തിന്റെ 70% വരുന്ന ഭാഗം ഇരുണ്ട ഊർജമാണ്. അതിനപ്പുറം വിശദീകരണമൊന്നുമില്ല. അതിനപ്പുറമുള്ള വിശദീകരണം നൽകാൻ ശാസ്ത്രത്തിന് കഴിയുന്നില്ല. 25% തമോഗർത്തമെന്ന് പറയുന്നു. അതിനുള്ളിൽ എന്താണെന്ന് ചോദിച്ചാൽ തമസാണ്, ഇരുട്ടാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. കുഞ്ഞെ, മുഴു പ്രപഞ്ചത്തെയും കേവലം വാക്കുകൊണ്ട് ഫ്രെയിം ചെയ്ത ദൈവപുത്രൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ട കർത്താവ്, ആകാശത്തെ വിരിച്ച ക്രിസ്തു, ആ മഹത്വം ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യാതിരിക്കാൻ ആർക്കാ കഴിയുന്നത്? പ്രൈസ് ദി ലോർഡ്. അതെ, ആകാശത്തെ വിരിച്ച ഭൂമിക്ക് അടിസ്ഥാനമിട്ട ആ സൃഷ്ടാവായ ദൈവപുത്രനോടാ പറയുന്നത്. പുത്രനോടോ, ദൈവമേ, നിന്റെ ദൈവം നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇവിടെ ബഹുമാന്യ ശ്രോതാക്കൾക്ക് ന്യായമായ ഒരു സംശയം ഉയർന്നേക്കാം. ഇത്രമാത്രം ഔന്നത്യമുള്ള ക്രിസ്തുവിന് ആനന്ദതൈലത്തിന്റെ ആവശ്യമുണ്ടോ? അത് വിശദീകരിക്കണമെങ്കിൽ ആനന്ദതൈലം ആർക്കാണ് ആവശ്യം എന്ന് ചിന്തിക്കേണ്ടി വരും. തിരുവെഴുത്ത് പറയുന്നു, യെശയ്യാവ് 61:1-3 വരെ, എളിവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട്, യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും, തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും, യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും, ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കുവാനും, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും, ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാണ്ടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. വചനം പറയുന്നു, ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, ദുഃഖിതന്മാർക്കാണ് ആനന്ദ തൈലം നൽകുന്നത്. സ്തോത്രം. ഈ വേദഭാഗം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നസ്രത്തിലെ സിനഗോഗിൽ വെച്ച് വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 4:16-20 വരെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും, പീഡിതരെ വിട്ടയപ്പാനും, കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഇവിടെ പുത്രനെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വ്യക്തമാക്കുന്നു. ഉത്തരം: 1, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ. സമ്പന്നന്മാരുടെ ദന്തഗോപുരങ്ങൾ തേടിയല്ല സുവിശേഷകൻ പോകേണ്ടത്. ആർക്കും വേണ്ടാത്ത ജനലക്ഷങ്ങളുണ്ട്, സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത പട്ടിണി പാപങ്ങളുണ്ട്. അവിടെ പോകാൻ വേണ്ടിയാ ആനന്ദ തൈലം. അതെ, ആനന്ദ തൈലം കൊണ്ടുള്ള അഭിഷേകം കഷ്ടതയുടെ നടുവിലും സുവിശേഷം അറിയിക്കാനാണ്. 2, ബദ്ധന്മാർക്ക് വിടുതലിനാണ്, കുരുടന്മാർക്ക് കാഴ്ച ലഭിക്കാനാണ്, കുരുട്ടുകണ്ണുകളെ പ്രകാശിപ്പിക്കുവാനാണ്, കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കാനാണ്. യെശയ്യാപ്രവാചകൻ 61:2 യഹോവയുടെ പ്രസാദവർഷവും പ്രതികാര ദിവസവും എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ കർത്താവ് വായിച്ചപ്പോൾ പ്രതികാര ദിവസം എന്ന വാക്ക് ഒഴിവാക്കി. എന്താ അതിന്റെ കാരണം? പാപികളായ മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ പ്രതികാരം കാൽവരി ക്രൂശിൽ പുത്രന്റെ മേൽ ചൊരിയപ്പെടുന്നതുകൊണ്ട് കൃപായുഗത്തിൽ പ്രതികാര ദിവസത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ട് നാം ദൈവത്തിന്റെ പ്രസാദവർഷം പ്രഘോഷിക്കുന്നവരായി മാറണം. അതിനാണ് ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്തത്. ആനന്ദ തൈലം ആർക്കാണെന്നുള്ളതിന് മറുപടി തിരുവചനം എന്താ പറഞ്ഞത്? സിയോനിലെ 61:3 സിയോനിലെ ദുഃഖിതന്മാർക്കാണ് ആനന്ദ തൈലം. ദുഃഖത്തിന് പകരമാണ് ആനന്ദ തൈലം. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന് ആനന്ദ തൈലത്തിന്റെ ആവശ്യമുണ്ടോ? അവിടുന്ന് ദുഃഖിതനാണോ? ഉത്തരം നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും തന്നെ ലഭിക്കണം. യെശയ്യാവ് 53:2 അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. ഇവിടെ
ക്രിസ്തുവിനെ വ്യസനപാത്രം എന്നാണ് വിളിക്കുന്നത്. ഹീബ്രുവിലുള്ള ഒറിജിൻ നോക്കിയാൽ വ്യസനപാത്രം എന്നതിന് മെക്കോബ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനർത്ഥം മാൻ ഓഫ് സോറോസ്, ദുഃഖങ്ങളുടെ മനുഷ്യൻ എന്നത്രേ. കുഞ്ഞെ, ഒന്നാം മനുഷ്യനായ ആദാം മുതൽ ഈ ഭൂമി കത്തിയഴിയുന്ന നിമിഷം വരെ ഇവിടെ ജനിച്ച് ജീവിക്കുന്ന സകല മനുഷ്യരുടെയും ദുഃഖങ്ങളെ തന്റെ ശരീരത്തിൽ വഹിച്ച് തന്റെ മനസ്സിൽ ദൈവപുത്രൻ ഏറ്റുവാങ്ങി. കുഞ്ഞെ, അവൻ നിന്റെ വേദന ചുമന്നു, നിന്റെ രോഗം ചുമന്നു, നിന്റെ മേലുണ്ടായിരുന്ന കൊടിയ ശാപം ചുമന്നു. അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാൻ ഓഫ് സോറോസ്, ദുഃഖങ്ങളുടെ മനുഷ്യൻ, വ്യസനപാത്രമായവൻ തന്നെ. അങ്ങനെ മക്കളെ, നീ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളെല്ലാം അതിജീവിക്കാനുള്ള കരുത്താണ് ആനന്ദ തൈലമെന്ന അഭിഷേകം. പ്രതികൂലത്തിന്റെ നടുവിൽ ചങ്ക് തകർന്ന് നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ മേൽ പകരപ്പെട്ട ആനന്ദ തൈലം, അതേ അഭിഷേകം ദുഃഖങ്ങളെ ഓവർകം ചെയ്യാൻ നിന്നെ പ്രാപ്തനാക്കും. തിരുവചനം പറയുന്നു, 1 യോഹന്നാൻ 2:27, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവന്റെ അഭിഷേകം തന്നെ സകലവും നിങ്ങൾക്ക് ഉപദേശിച്ചു തരും. കേട്ടോ മക്കളെ, അഭിഷേകമാണ് ഏറ്റവും നല്ല ഗുരു. ഉന്നത ശീർഷരായ പണ്ഡിതാഗ്രേസരന്മാർ സമ്മാനിക്കുന്ന ഏതറിവിനേക്കാളും ശ്രേഷ്ഠമായിരിക്കും പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതെ, അഭിഷേകം ബഹളം കൂട്ടാനുള്ള ശക്തിയല്ല, നിന്നെ ശക്തനാക്കുന്ന വ്യക്തിയാണ്. കുഞ്ഞ് നിന്നെ പഠിപ്പിക്കുന്ന പരമ ഗുരുവാണ്. ആലോചന പറഞ്ഞു വഴി നടത്തുന്ന വഴികാട്ടിയാണ്. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ അഭിഷേകം എളിയവന് ദുർഗമാണ്, ദരിദ്രന് കഷ്ടത്തിൽ കോട്ടയാണ്, കൊടുങ്കാറ്റിൽ ശരണമാണ്, ഉഷ്ണത്തിൽ തണലാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, പഴയ നിയമകാലത്ത് കൊമ്പിൽ നിറച്ച അഭിഷേക തൈലമുണ്ടായിരുന്നു. തൈലപാത്രം എന്ന് നാം വായിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമവിശ്വാസിയെ, നിനക്ക് പാത്രത്തിലെ അഭിഷേക തൈലമല്ല, കൊമ്പിൽ നിറച്ച അഭിഷേക തൈലമല്ല. 36 സങ്കീർത്തനം 8 വാക്യം, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. ഏതായി ആനന്ദ നദി? അതറിയാൻ ആ വാക്യത്തിന് തൊട്ടു മുമ്പിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കണം. എന്താ എഴുതിയിരിക്കുന്നത്? നിന്റെ ആലയത്തിലെ പുഷ്ടി നീ അനുഭവിച്ച് അവർ തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആലയത്തിലെ പുഷ്ടി അനുഭവിച്ച് അവർ തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. മക്കളെ, ആലയത്തിലെ പുഷ്ടിയാണ് ആനന്ദ നദി. പുഷ്ടി എന്ന പദത്തിന് അനോയിന്റിങ്, അഭിഷേകം എന്ന് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ആനന്ദ തൈലം നിറഞ്ഞ് ഒരു നദിയുണ്ട്, ആത്മനദി. നീ അവരെ കുടിപ്പിക്കുന്നു. കുഞ്ഞെ, നദിയിലേക്ക് ഇറങ്ങാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഈ നദിയിൽ നിന്ന് പാനം ചെയ്യാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? കർത്താവ് പറയുന്നു, ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ രക്തം ആത്മനദിയിലേക്ക് ഇറങ്ങാൻ മനസ്സുണ്ടെങ്കിൽ അളന്നു തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ സകല കെട്ടുകളെയും പൊട്ടിക്കുന്ന അഭിഷേകം, നിന്റെ ബന്ധനങ്ങളെ അറത്തു കളയുന്ന അഭിഷേകം, നിന്റെ സകല പ്രശ്നത്തിനും ശാശ്വത പരിഹാരം വരുത്താൻ കൽപ്പുള്ള അഭിഷേകം ഇന്ന് പകലിൽ ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്ക് നൽകുവാൻ സ്വർഗത്തിന് മനസ്സുണ്ട്. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തി തുടിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മ നദിയിലേക്ക് നിന്നെ കൈപിടിച്ചു നടത്താൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. വത്സലം മാതാവേ, പ്രിയ സഹോദര, പിതാവേ, കുഞ്ഞെ, തങ്ങളാരുമായിക്കൊള്ളട്ടെ, അദമ്യമായി ആഗ്രഹിക്കുക. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് വാക്കു പറഞ്ഞവൻ മാറത്തില്ല. നീ അദമ്യമായി ആഗ്രഹിക്കുക. കർത്താവിനോട് ഉള്ളുരുകി പ്രാർത്ഥിക്ക്. കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് എന്റെ കർത്താവ് അഭിഷേകം ചെയ്യും. നിന്റെ ദുഃഖത്തിന് പകരം ആനന്ദ തൈലം പകരുവാൻ, വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാടെ അണിയിക്കുവാൻ, എന്റെ കാലത്ത് സകല ജഡത്തിന്റെ പേരും തന്റെ ആത്മാവിനെ പകരുമെന്ന് തിരുവായി മൊഴിഞ്ഞത് സ്വർഗം മാറ്റി പറയത്തില്ല. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവേ, ഈ ജനം ആത്മശക്തി അനുഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ ആസ്വദിക്കുവാനിടയാക്കണം. യേശുവിന്റെ നാമത്തിൽ നല്ല സാക്ഷ്യങ്ങൾ, അതേ ആത്മസാന്നിധ്യം, ആത്മശക്തി ആസ്വദിച്ചതിന്റെ സാക്ഷ്യങ്ങൾ കുഞ്ഞുങ്ങളിൽ നിന്ന് കേൾക്കാൻ ദൈവം ഇടയാക്കണം. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ.
ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനം കൊണ്ട് പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കുവാൻ അവസരം നൽകിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്, അടിമാലിൽ നിന്നും. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അലട്ടുന്ന പ്രാർത്ഥനാവശ്യങ്ങൾ അറിയിക്കണേ. നമ്പർ ഇതാണ് 9072141834. നല്ല കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരുമിച്ച് കൂടാം. അതുവരെ കർത്താവിന്റെ വിരിക്കപ്പെട്ട ചെറുകടിയിൽ എല്ലാവരും ഭദ്രമായി പരിപാലിക്കപ്പെടട്ടെ. God bless you in Jesus' name.